എല്ലാ കുട്ടികൾക്കും നമസ്കാരം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു സുപ്രധാന ദിവസം. ഓരോ വർഷവും ഈ ദിവസത്തെ ഒരു പ്രത്യേകത സന്ദേശമുണ്ട്. എന്താണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യമെന്നും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് എന്തു ചെയ്യാൻ സാധിക്കും എന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക. മനസ്സിലായോ? എന്തുകൊണ്ട് പരിസ്ഥിതി ദിനം? 1973 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു തുടങ്ങിയത്. ഭൂമി നേരിടുന്ന വലിയ പ്രതിസന്ധികളായ ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം എന്നിവയ്ക്കെതിരെ ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വെറുമൊരു ദിവസം മരം നട്ടുപിടിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല ഈ ദിനം, മറിച്ച് നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട സമയം കൂടിയാണിത്. മനസ്സിലായോ? അപ്പോൾ ഈ വർഷത്തെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ, ഓരോ വർഷവും വളരെ പ്രസക്തമായ ഓരോ പ്രമേയമാണ്. പരിസ്ഥിതി ദിനം വരുന്നത് ഭൂമിയുടെ ആരോഗ്യം വീണ്ടെടുക്കുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന സന്ദേശമാണ് ഈ വർഷവും മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ കാടുകളും പുഴകളും മണ്ണും എത്രത്തോളം നശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. കടുത്ത വേനലും അപ്രതീക്ഷിതമായിട്ട് എത്തുന്ന പ്രളയവുമെല്ലാം പ്രകൃതി നമുക്ക് തരുന്ന ഓരോ മുന്നറിയിപ്പുകളാണ്. നമ്മൾ കണ്ടറിഞ്ഞതാണ്. നമുക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? പരിസ്ഥിതി സംരക്ഷണം എന്ന് കേൾക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കേണ്ട. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറയാം. ശ്രദ്ധിച്ച് കേൾക്കാം. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കുക. തുണിസഞ്ചികൾ ശീലമാക്കുക. വെള്ളവും വൈദ്യുതിയും ലാഭിക്കുക. ആവശ്യമില്ലാതെ ലൈറ്റുകളും ഫാനുകളും ഇട്ടിടാതിരിക്കുക. പല്ല് തേക്കുമ്പോൾ പാത്രം കഴുകുമ്പോഴും ടാപ്പ് തുറന്നു വിടാതിരിക്കുക. മാലിന്യ സംസ്കരണം ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും വേർതിരിച്ചുകൊണ്ട് സംസ്കരിക്കുക. പ്ലാസ്റ്റിക് കരിച്ചു കളയാതെ റീസൈക്ലിംഗ് കീനായി നൽകുക. ഒരു തൈ നട്ടുപിടിപ്പിക്കാം. നിങ്ങളുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ ഒരു ചട്ടിയിലോ ഒരു ചെറിയ ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കാൻ നോക്കുക. അതിനെന്ത് ചെയ്യുക? നമ്മളെ മക്കളെ പോലെ പരിപാലിക്കുക. പിന്നുള്ളൊരു ഓപ്ഷൻ ഔട്ട്ഡോർ. നമുക്ക് ജീവിക്കാൻ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ. വരും തലമുറയ്ക്കായി ഭൂമിയെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് നമ്മളെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്കൊരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കും. നിങ്ങൾ ഇന്ന് ഒരു തൈ നട്ടോ ഇല്ലോ എന്ന് ഞാൻ നട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി. ഒപ്പം ഏവർക്കും ഹൃദയം നിറഞ്ഞ പരിസ്ഥിതി ആശംസകൾ. ബൈ. താങ്ക് യു.